ഹലോ ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പം ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ ഒരു നാടൻ ഫാമിലിയിലെ സന്തോഷേട്ടൻ്റെയും ഷിജിൻ്റെയും അവരെ വീടാണ് ഞാൻ കാണിക്കുന്നത്. വൃന്ദാവനം എന്നാണ് അവർ ആ വീടിന് ഒരു പേര് നൽകിയിട്ടുള്ളത് കേട്ടോ. അവിടെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു കൊച്ചു വീട് കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അവിടുത്തെ അമ്മക്ക് സുഖമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. മാഷാഅല്ലാ, അമ്മയ്ക്ക് അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. നല്ല സന്തോഷത്തിൽ തന്നെ കേട്ടോ അവർ. ഈ ഒരു വീട് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എല്ലാ പണിയും കഴിഞ്ഞ് നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. പിന്നെ അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വീഡിയോയിൽ പെണ്ണിന് കുഴപ്പമുണ്ടോ ചോദിക്കേണ്ട. അപ്പോൾ അവർ കുഴപ്പമൊന്നുമില്ല എന്ന് അറിയുന്നുണ്ട് കേട്ടോ. ഇതാണ് ഹാളിലെ ഷോക്കേസ് വരുന്നത്. ഇത് അവരുടെ പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരായിട്ടും കുശലം പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അമ്മ നടങ്ങി നിൽക്കണം ചേട്ടാ. അവിടെയൊക്കെ അകത്താണെങ്കിലും അവിടെയൊക്കെ നടന്ന് എല്ലാവരെയും കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. സന്തോഷേട്ടനും അങ്ങനെ തന്നെ കേട്ടോ. അങ്ങനത്തെ ഒരു പരിചയക്കുറവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കൂ കേട്ടോ. അല്ല പോട്ടാ പിന്നെ ഇത് അഷ്കുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അഷ്കുക്ക്, ഷെബില്, സാജൂസ് മീഡിയ, ആഷിക്ക് ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ നേരത്തെ എത്തിയിട്ടോ. അപ്പോൾ ഇവർക്ക് വീഡിയോ എടുത്തപ്പോൾ ഇവർക്ക് കഴിക്കാനൊരു മടിയായി. അപ്പോൾ ഞാൻ വേഗം അവിടെ നിന്ന് മാറിയിട്ടോ. പിന്നെ കൊണ്ടോട്ടിയിട്ട് ആഷിക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആഷിക്കൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഷിജിയാണത്. ഷിജിയൊക്കെ മാഷാഅല്ലാ നല്ല സ്വീകരണമുണ്ട്. എല്ലാവരും നല്ല സ്വീകരണമായിരുന്നു. ഫുഡ് കഴിക്കാൻ പറയാനും ഇതിനെല്ലാത്തിനും നല്ല സപ്പോർട്ടാട്ടോ അവർ. അതിനിപ്പോൾ ഷിജി ആവട്ടെ, അമ്മ ആവട്ടെ, സന്തോഷേട്ടനാവട്ടെ, ഇവരൊക്കെ നല്ല ഒരു സ്വീകരണം, നല്ല സപ്പോർട്ട്, നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യന്മാരാട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫാമിലിനെ. നല്ലൊരു നമ്മളൊരു കെയറിങ് ഒക്കെ ഉണ്ട്. എന്ത് കാര്യം ചോദിച്ചാലും അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തരും. നല്ലൊരു സ്വഭാവമുള്ള മനുഷ്യന്മാരാണ്. ഇനിയും നല്ല രീതിക്ക് മുന്നോട്ട് പോകട്ടെ. അടുത്ത അമ്മൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് ദൈവം മാറ്റി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരാൽ കഴിയുന്ന സഹായങ്ങളും ചെയ്ത് ആ ഒരു അമ്മൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യണം. പിന്നെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കഴിയുന്ന ആൾക്കാർ സാമ്പത്തികമായിട്ട് സഹായിക്കണം എന്ന് എനിക്ക് പറയുള്ളത്. ഇതിനോട് വേറെ ആരും പറഞ്ഞാലോ. എനിക്ക് അവരെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നിയിട്ട് പറഞ്ഞതാണ്. സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇട്ടാൽ മതി. ഞാനതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു തരാം. ഒരു നല്ലൊരു ഫാമിലി തന്നെയായിരുന്നു കേട്ടോ. മാഷാഅല്ലാ. നിങ്ങളെവിടെ? നാളെ